ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനകീയ വാർത്താ മണിക്കൂറായ പൊതുജനം കഴുതിയല്ല സർ എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് നിങ്ങൾക്കറിയുന്നത് പോലെ പൊതുജനം കഴുതിയല്ല സർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകുന്നത്. നമുക്ക് തുടങ്ങാം പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. ഈ പരിപാടിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാം. നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് ജനകീയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നിങ്ങളുടെ ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 048428305110 0484283050. പ്രേക്ഷകരുടെ വാർത്തകൾ, ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. വാട്സാപ്പ് നമ്പർ ഇതാണ്: 6235968937 6235968937. പൊതുജനം കഴിയല്ല സാർ. നമ്മൾ ആദ്യം പോകുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ദുരന്ത ബാധിതർ സമരം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിലേക്കാണ്. ഈ സമരത്തിന് പിന്നാലെ തന്നെ സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ UDF തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മാസം 27-ന് ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ടി സിദ്ദിഖ് MLA-യുടെ നേതൃത്വത്തിൽ രാപകൽ ഉപവാസം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. 28-ന് UDF കളക്ടറേറ്റ് വളയും. ദുരന്ത പ്രദേശത്ത് നാളെ കുടിൽ കെട്ടാനാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. തിങ്കളാഴ്ച ദുരന്ത ബാധിതരുടെ ജനകീയ സമിതി കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസം നടത്തും. നമുക്കറിയാം, ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരാളം പരാതികൾ ഉണ്ടാകുന്ന ഒരു ഭാഗത്ത്, അതേസമയം അതിന്റെ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. കേന്ദ്രത്തിന്റെ ധനസഹായം ഇപ്പോൾ വായ്പയായി സംസ്ഥാനത്തിന് മേൽ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഇടയിലാണ് പുതിയ പ്രതിഷേധ പരിപാടികളുമായി UDF രംഗത്ത് വരുന്നത്. റിപ്പോർട്ട് കാണാം. ഞങ്ങൾ ഇനി എന്താ ചെയ്യണം? ഞങ്ങൾ ആത്മാർത്ഥി ചെയ്യണം. ഞങ്ങൾക്ക് ഒരു വഴി ഇനിയില്ല. ഇപ്പം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ പെൻഷനാണ് അവർ മര്യാദയ്ക്ക് തരുന്നില്ല. അതെങ്കിലും നമുക്ക് ഡെയിലി കിട്ടുകയാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സഹായമായിരുന്നു. അതും തരുന്നില്ല. ഇപ്പോൾ വിഷമം എന്താ പറയുക, അന്ന് പോയാൽ മതിയായിരുന്നു. ഇന്ന് ഇതൊന്നും അറിയണ്ട. ഇത് ഇവർ ഓരോരോ സമയത്ത് ഓരോ ലിസ്റ്റ് ഇറക്കും, എന്നിട്ട് അത് പിന്നെയും നീട്ടും പിന്നെയും കിട്ടും. ഞങ്ങൾ എന്തിനാ ഈ പാവങ്ങൾ എങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ ഒരു ദുരന്തം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന് 7 മാസം. പുനരധിവാസത്തിന്റെ ലിസ്റ്റ് പോലും പൂർത്തിയായിട്ടില്ല. ഈ സാഹചര്യത്തിൽ നിശബ്ദമായിരിക്കാൻ തയ്യാറല്ലെന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. ആക്ഷൻ കൗൺസിലുകൾ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. സമരമല്ലാതെ മറ്റു വഴികളില്ലെന്ന നിലപാട് പങ്കുവയ്ക്കുന്നു ദുരന്തബാധിതരുടെ സംഘടനകൾ. നാളെ ദുരന്ത പ്രദേശത്ത് കുടിൽ കെട്ടിയാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ സമരം. ദുരന്തം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് നിർത്തി വലിയൊരു സമരത്തിലേക്ക് ഞങ്ങൾ പോകും. ഈ സമരം മാത്രമല്ല, കുടിൽക്കെട്ടി സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. ഞങ്ങൾക്ക് മറ്റൊരു വീട് തരുന്നില്ലെങ്കിൽ അവിടെ തന്നെ പോയി കുടിൽക്കെട്ടി താമസിക്കാനാണ് തീരുമാനം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് ഇത്ര കാലമായിട്ടും സർക്കാരിൽ നിന്ന് കാണുന്നത് നിസ്സംഗതയും ഉത്തരവാദിത്ത രാഹിത്യവുമെന്ന ആരോപണം ഉയർത്തുകയാണ് MLA ടി സിദ്ദിഖ്. ഈ പശ്ചാത്തലത്തിൽ UDF സമരം ശക്തമാക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് അടക്കമുള്ള സമരമാണ് തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിലുള്ള പ്രതീക്ഷ അസ്തമിക്കുക. ആ ഒരു സാഹചര്യത്തിൽ UDF തുടർ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുക. 27-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് കളക്ടറേറ്റ് പടിക്കൽ MLA-യുടെ നേതൃത്വത്തിൽ ഉപവാസം നടക്കും. രാപ്പകൽ ഉപവാസമാണ്. തിങ്കളാഴ്ച 10, 11, 12 വാർഡ് തല ജനകീയ സമിതി കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസം സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ പുനരധിവാസത്തിൽ വൈകൽ ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ദുരന്തബാധിതർക്ക് പരമാവധി ഭൂമി നൽകണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശമെന്നും മന്ത്രി. കേരളം നിശ്ചയിച്ച വിധത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പോകും. ഏതെങ്കിലും കാറ്റഗറിയിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പരാതി നൽകിയാൽ സർക്കാർ അത് കൃത്യമായി പരിശോധിക്കും. ആ ലിസ്റ്റിൽ പെടാത്ത ആളുകളുണ്ടെങ്കിൽ പരാതി തന്നാൽ ഉറപ്പായിട്ടും മെറിറ്റ് അനുസരിച്ച് പരിശോധിച്ച് ആ ലിസ്റ്റുകളിൽ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തുകയും ചെയ്യും. ദുരന്തബാധിതരുടെ സമരത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ട്. അവരുന്നയിക്കുന്ന ആവശ്യം വളരെ ന്യായമായ ആവശ്യം തന്നെയാണ്. മിനിമം ഒരു 10 സെന്റ് ഭൂമി
അവർക്ക് കൊടുക്കണം. കുടിയിറക്കപ്പെടുന്ന തൊഴിലാളികൾ അവിടെ ഉണ്ട് ആ എസ്റ്റേറ്റിൽ നിന്ന്. അവരുടെ പ്രശ്നവും പരിഹരിക്കണം. അവരങ്ങോട്ട് ഇറങ്ങിപ്പോവർ അവർക്കും വീട് സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും കൂട്ടത്തിൽ. UDFും സമരവഴി തെരഞ്ഞെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം അടക്കമുള്ള വിഷയം രാഷ്ട്രീയ മാനത്തിലേക്ക് മാറുന്നു. എന്തു മറുപടിയാകും സർക്കാരും LDFും നൽകുക? സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലും അതിലെ ദുരന്ത ബാധിതർ അനുഭവിക്കുന്ന മാനസികവും അല്ലാത്തതുമായ സംഘർഷങ്ങളും ഒന്നും മറക്കാനുള്ള സമയം നമുക്കായിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് അനിൽ കോറോത്ത് ചോദിക്കുന്നു, സമരം വേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലേ? കേന്ദ്ര സഹായം വായ്പയായിട്ടാണോ വേണ്ടത്? UDFിന്റെ നാവാവരുത് 24 എന്ന് അനിൽ കോറോത്ത് പറഞ്ഞു. അനിൽ, ധാരാളം ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടവർ അവിടെയുണ്ട്. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാതെ കഴിയുന്നവരുണ്ട്. അവർക്ക് ഇനി പ്രതീക്ഷിക്കാൻ ജീവിതത്തിൽ എന്താണുള്ളത് എന്നൊക്കെ ഓർത്ത് നിത്യമായ ദുഃഖത്തിൽ സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടവർ, രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയാത്ത വലിയ നഷ്ടത്തിൻ്റെ കണക്കുമായി നിൽക്കുന്ന ജനങ്ങളാണ് അവിടെയുള്ളത്. അവരുടെ പുനരധിവാസത്തിന് പ്രൈം പ്രിയോറിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന നൽകി തീർപ്പാക്കേണ്ട പ്രശ്നമാണ് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്ത ബാധിതരുടെ പ്രശ്നങ്ങൾ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ അത് വായ്പയായിട്ടല്ലേ നൽകുന്നത്? വായ്പയായിട്ട് നൽകിയാലും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളായാലും ഭൂമി അടക്കമുള്ള കാര്യങ്ങൾ വേണം എന്നത് അവരുടെ തീർത്തും ന്യായമായ ആവശ്യമാണ്. ഈ ആവശ്യങ്ങൾ പരിഗണിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്കൊരു സർക്കാർ? അപ്പോൾ സർക്കാർ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്, സർക്കാർ ഈ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ UDF പറയുന്നത് ഇനിയും കാത്തിരിക്കാൻ വയ്യ എന്നാണ്. അതുകൊണ്ട് അവർ സമര പരിപാടികളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും കടക്കാൻ പോകുന്നു. അത് UDF പ്രതിപക്ഷത്തിരുന്ന് ചെയ്യുന്ന ഒരു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അവർ നടത്താൻ പോകുന്ന പ്രതിഷേധമാണ്. അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയില്ല. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതേസമയം അവരുടെ പ്രശ്നങ്ങൾ മുൻഗണനാ ക്രമത്തിൽ വളരെ വേഗം പരിഹരിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കുണ്ടാകരുത്. സമരമില്ലാതെ മറ്റു വഴികളില്ല എന്നാണ് ദുരന്തബാധിതർ ഇപ്പോൾ പറയുന്നത്. അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. പലതരത്തിലുള്ള ആവശ്യങ്ങളാണ് അവർക്കുള്ളത്. വെറും വീട് മാത്രമല്ല, അവർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇനി എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാത്ത ആളുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ആവശ്യങ്ങളുമായിട്ടാണ് അവർ നിൽക്കുന്നത്. കാരണം അവരുടെ മുന്നിൽ മുന്നോട്ടുള്ള ജീവിതം അടഞ്ഞു പോയ അവസ്ഥയാണ്. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. എന്താ ചെയ്യുക? സമരം ചെയ്യേണ്ടി വന്നാൽ ചെയ്യുക, അല്ലാണ്ട് എന്താ ചെയ്യുക? നമ്മൾ സമരം വേണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സഹായം അവർ ചെയ്തു തരികയല്ലേ വേണ്ടത് സർക്കാർ. ഇങ്ങനെ ആയാലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എവിടേക്ക് പോകാനാ? നമ്മൾ 76 വയസ്സായി, ഞാനൊക്കെ എവിടെ പോയി പണിയെടുക്കാനാ? നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു വീട് വേണ്ടേ? നമുക്കൊരു അന്തി ഉറങ്ങണ്ടേ? നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വീടില്ലെങ്കിൽ നമ്മൾ എവിടെ പോയി കിടന്നുറങ്ങും? സർക്കാർ റോട്ടിൽ ഇറങ്ങിയിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ആളുകൾ ഇത്രയും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് സമരത്തിലേക്ക് പോകാൻ കഴിയില്ല. മറ്റൊരു കാര്യം, എൽസൺ എസ്റ്റേറ്റ് 5 സെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം മന്ത്രിയുടെ പ്രസ്താവന പരമാവധി കൊടുക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് 10 സെൻറ്റ് നിർബന്ധമായിട്ട് വേണം. അതിൽ കൂടുതൽ അല്ലാതെ കുറയാൻ കഴിയില്ല. അതിനാണ് സമരത്തേക്ക് പോകുന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് വേണം. ഞങ്ങൾക്കൊരു വഴിയില്ലാതിരിക്കുകയാണ്. വീടും പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം വരണം. ഞങ്ങൾക്ക് വീട് ആവശ്യമാണ്. പണിയില്ല, തൊരല്ല. പിന്നെ ഈ 9,000 റുപ്യ കയറുന്നത് അതും കയറുന്നുമില്ല. അതൊക്കെ നമുക്ക് തരണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ ആവശ്യങ്ങളൊക്കെ ന്യായമാണ്. എവിടെ അന്തി ഉറങ്ങും? റോട്ടിലിറങ്ങി കിടക്കാൻ പറ്റുമോ എന്ന് ഉമ്മ ചോദിച്ചത് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താനുള്ള നടപടികളിലേക്ക് പോകണം. അല്ലെങ്കിൽ ദുരന്തബാധിതർ ഇതുപോലെ പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നാണ് അവരുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ്. ഇതും പൊതുജനങ്ങളെ ബാധിക്കുന്നതാണ്. നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. സർക്കാർ പുതിയ ഗതാഗത നയം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രക്ഷോഭത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ ചൊവ്വാഴ്ച കോഴിക്കോട് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് അവർ കടക്കുന്നു. സർക്കാർ ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളത്. റിപ്പോർട്ട് കാണാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ് ഉടമകൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കണം എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ദൂരപരിധി നോക്കാതെ നിലവിലുള്ള കാറ്റഗറിയിൽ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക, കൺസെഷന് പുതിയ മാനദണ്ഡം നിശ്ചയിക്കുക, നിസ്സാര കാര്യങ്ങൾക്ക് പിഴ ചുമത്തുന്ന നടപടി അവസാനിപ്പിക്കുക, പൊതുമേഖലയിലുള്ള KSRTCയെയും സ്വകാര്യ ബസ് വ്യവസായത്തെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ നയം രൂപീകരിക്കുക എന്നിങ്ങനെ
7 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. വർഷങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബസ്സുകളുടെ പെർമിറ്റുകളാണ് പിടിച്ചെടുത്തിട്ട് KSRTCക്ക് വേണ്ടി നൽകുന്നത്. ആ നടപടി ഒഴിവാക്കി ഞങ്ങൾക്ക് നിലവിലുള്ളവർ അതേസമയം ഓരോ വണ്ടികൾക്കും അതേ കാറ്റഗറിയിൽ പുതുക്കി തരണമെന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. ഞങ്ങളുടെ ബസ്സുകളിലെ യാത്രക്കാരിൽ പകുതിയിലധികവും 50% വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾക്ക് എന്ന് പറഞ്ഞാൽ സർക്കാർ നിശ്ചയിച്ച ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ നിലവിലുള്ളതിൻ്റെ 10%. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു സ്വകാര്യ ബസ്സിലെ മിനിമം ടിക്കറ്റ് ചാർജ് 10 രൂപയാണ്. എന്നാൽ ഒരു വിദ്യാർത്ഥിൻ്റെ ടിക്കറ്റ് ചാർജ് 1 രൂപയാണ്. അത് കാലങ്ങളായിട്ട് ഒരു മാറ്റം വരുത്തുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഡീസൽ അടിക്കാനോ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനോ വരുമാനം ലഭിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ വിദ്യാർത്ഥികളിൽ നിന്ന് 1 രൂപ ലഭിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് അതിലൊരു മാറ്റം വരുത്തണം. ആദ്യപടിയായി കോഴിക്കോട് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലെ ബസ്സുടമകളും തൊഴിലാളികളും പങ്കെടുക്കും. പ്രതിഷേധ സംഗമത്തിനൊടുവിൽ അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉപരോധം. അതിലും അനുകൂല സാഹചര്യമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് ബസ്സുടമകളുടെ തീരുമാനം. ഷിജു ചവറയ്ക്കൊപ്പം കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. 24-ന്റെ പ്രേക്ഷകർ ധാരാളം ഈ വിഷയങ്ങളിലൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ യൂട്യൂബ് സന്ദേശങ്ങളായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻസൈറ്റർ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് വന്ന സന്ദേശം ഇങ്ങനെയാ പറയുന്നു: സർക്കാർ കൃത്യമായ പുനരധിവാസ പ്രവർത്തനം നടത്തുമ്പോൾ പാവങ്ങളെ പ്രകോപിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിനാണ് UDF-ന്റെ ശ്രമം. 750 കോടിയുടെ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചല്ലോ, വേണ്ടത് കേന്ദ്രത്തിനെതിരായ സമരം എന്നതാണ് ഇൻസൈറ്റർ എന്ന ഐഡിയയിൽ ആരാണോ കുറിച്ചിട്ടുള്ളത് അയാളുടെ അഭിപ്രായം. ഏതായാലും സമരം രംഗത്തേക്ക് ഇറങ്ങാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്. പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ദുരന്ത ബാധിതർ മാത്രമാണ്. കാരണം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത് അവരുടെ നേരനുഭവമാണ് എന്നതുകൊണ്ട്. ദിലീപ് PC പറയുന്നു, കേരളത്തിലെ സാധാരണക്കാരൻ PSCയെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ച് C ദിവാകരൻ തുറന്നു പറഞ്ഞു, സർക്കാർ കണ്ണു തുറക്കുക. PSCയിലെ ഈ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദിലീപ് ഇതിനകത്ത് കുറിച്ചിരിക്കുന്നത്. സുജാത പറയുന്നു, സ്ഥിരമായി നമുക്ക് സന്ദേശം അയക്കുന്ന മറ്റൊരു പ്രേക്ഷകയാണ് സുജാത. എങ്ങോട്ട് തിരിഞ്ഞാലും ആവലാതികൾ മാത്രം. സുജാത, നമ്മുടെ ചുറ്റുമുള്ള ആവലാതികൾ ഈ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണല്ലോ ഞങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരും 24 പോലുള്ള മാധ്യമങ്ങളും ഇതുപോലുള്ള പരിപാടികൾ, പൊതുജനം കഴുതയല്ല സർ പോലുള്ള പരിപാടികൾ തുടങ്ങിയത് തന്നെ. അതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിൽ നമുക്ക് കൂട്ടായി മുന്നോട്ട് പോകാം. സാജു കെ ഡാനിയൽ പറയുന്നു, കേന്ദ്രം തന്നാലും ഇല്ലെങ്കിലും കയ്യിലുള്ളത് കൊണ്ട് 10 കുടുംബങ്ങൾക്കെങ്കിലും വീട് വെച്ച് കൊടുക്കണമെന്നതാണ് സാജുവിൻ്റെ. കേന്ദ്രം തന്നാലും ഇല്ലെങ്കിലും ഈ നമ്മുടെ സഹോദരങ്ങളുടെ പുനരധിവാസം എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. സാജു പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. എബ്രഹാം തോമസ് പറയുന്നു, ഈ കേരളത്തിൽ ഒരു ദിവസം ജീവിച്ചു പോകണമെങ്കിൽ എന്തിനും ഏതിനും പ്രതിഷേധിക്കേണ്ട അവസ്ഥയാണല്ലോ, കഷ്ടം തന്നെ. എബ്രഹാം, എല്ലാവരുടെയും കാര്യമല്ല, പക്ഷേ ഇതേപോലെ തന്നെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. ഇപ്പോൾ ആശാ വർക്കർമാർ അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം എബ്രഹാമിന് അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ പ്രതിഷേധം വേണ്ടിവരും. സമരവും ഭരണവും എന്ന ഒരു മുദ്രാവാക്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായിരുന്ന കാര്യവും എബ്രഹാം തോമസ് ഓർമ്മിക്കുമല്ലോ. നമ്മൾ പറഞ്ഞു വന്നത്, സ്വകാര്യ ബസ്സുകൾ സമരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അതിൻ്റെ സൂചനാ പണിമുടക്ക് ചൊവ്വാഴ്ച അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിൻ്റെ പുതിയ ഗതാഗത നയം വേണം എന്നുള്ളതാണ്. അതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ബസ് ജീവനക്കാർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്തുകൊണ്ടാണ് അവർ സമരത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് നമുക്ക് കേൾക്കാം. അതേസമയം KSRTCയിലിട്ട് കൺസെഷൻ കൊടുക്കുന്നില്ല. മോട്ടോർ ആക്ട് പ്രകാരം KSRTCയും പ്രൈവറ്റ് ബസ് ഒരേ നിയമമാണ്. ആ നിയമത്തിന് KSRTCക്ക് കൺസെഷൻ കൊടുക്കണം. അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിനും കൊടുക്കണം. ഞങ്ങൾ തയ്യാറാണ്. സർക്കാർ അതേപോലെ ഇത് എല്ലാ ദേശസാൽകൃത റൂട്ടിലും മറ്റ് പ്രൈവറ്റ് ബസ്സുകളുടെ സർക്കാർ റൂട്ടിൽ സർക്കാർ കൺസെഷൻ കൊടുക്കട്ടെ. സർക്കാരിന് കൺസെഷൻ കൊടുക്കണമെങ്കിൽ 3-4 മാസം മുന്നേ അഡ്വാൻസ് ആയിട്ട് കുഞ്ഞുങ്ങൾ പോയിട്ട് ഡിപ്പോയിൽ പോയിട്ട് ഇത് വാങ്ങണം, മുൻകൂട്ടി പൈസ അടക്കണം. ഇതൊന്നും പ്രൈവറ്റ് ബസ്സില്ല. മോട്ടോർ ആക്ട് കേരളത്തിൽ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിനും KSRTCക്കും തുല്യമാണ്. ഇപ്പോഴത്തെ ഈ തൊഴിലാളികൾക്ക് ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ കഴിയണം. അത് കഴിയണമെങ്കിൽ ഈ വെരിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ പോലീസിൻ്റെ ക്ലിയറൻസ് കൊടുക്കുന്നില്ല. അത് പഴയ തൊഴിലാളികൾക്ക് എന്തിനാ? പുതിയതായിട്ട് വരുന്ന തൊഴിലാളികൾക്ക് എല്ലാ ക്ലിയറൻസും നോക്കിയിട്ട് കൊടുത്താൽ മതി. പഴയ തൊഴിലാളികൾക്ക് എന്തിനാ ഈ വെരിഫിക്കേഷൻ? അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അതൊന്ന് മാറ്റി ചിന്തിക്കണമെന്നാണ് ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം. ഒന്നുകിൽ ഒരു ഗവൺമെൻറ് ഒരു നയം രൂപീകരിക്കുക, ഒരു ഗതാഗത നയം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യവസായം നേരിടുന്ന ഡീസൽ, പെട്രോൾ, മറ്റുള്ള സാധനമൊക്കെ വില കയറുമ്പോൾ അതിനാനുപാതികമായിട്ട് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു റെഗുലേറ്ററി കമ്മിറ്റിനെ ഗവൺമെൻറ് നിശ്ചയിക്കാം. അത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും രാഷ്ട്രീയക്കാരെയും മറ്റുള്ള ബസ് ഉടമസ്ഥന്മാരെയും പറഞ്ഞുകൊണ്ട് എടുക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും 20 കൊല്ലമാണ് ഇപ്പോൾ ഒരു കാലാവധി ഒരു ബസ്സിന് കൊടുത്തിരിക്കുന്നത്. ഒരു മുടക്ക് മുതൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 20 കൊല്ലം ഒന്നിലേക്ക് 4 ഇരട്ടിയായി ചുരുങ്ങും.
ഒരു ബസ് സർവീസ് 20 കൊല്ലം കഴിയുമ്പോഴേക്ക് നിശേഷം ഒന്നുമില്ലാതെ ആയി പോവുകയാണ്. എത്രയോ ആളുകൾ ഈ മേഖലയിൽ നിന്ന് ഔട്ടായിപ്പോണ്ട്. നമുക്കറിയാം ധാരാളം ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു ഇടമാണ് ഈ സ്വകാര്യ ബസ് ജീവനക്കാർ, അതായത് അവരുടെ ആ മേഖല എന്ന് പറയുന്നത്. അവിടെ അവർക്ക് വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതിലൊന്ന് വിദ്യാർത്ഥികളുടെ കൺസെഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സർക്കാർ ബസ്സുകളിൽ അല്ലെങ്കിൽ KSRTCയിൽ കൺസെഷൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊന്നും ഈ പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നതാണ് അവരുടെ ഒരു ഗ്രീവൻസ്, അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവലാതി തന്നെ അതാണ്. മറ്റൊന്ന് അവർ പറയുന്നത് ഈ ജീവനക്കാർക്ക് പോലീസിന്റെ വെരിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്നത് പുതിയ ജീവനക്കാർക്ക് പോലെ എന്തിനാണ് പഴയ ജീവനക്കാർക്ക് വീണ്ടും ഇതിലേക്ക് വരേണ്ടി വരുന്നത് എന്ന ചോദ്യം അവർ ചോദിക്കുന്നു. പലരും ഈ തൊഴിലിടം വിട്ടുപോകുന്നു എന്ന ഒരു ആശങ്ക കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ഒരു പുതിയ ഗതാഗത നയം രൂപീകരിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർ സമരത്തിലേക്ക് കടക്കാൻ പോകുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർ കാണുന്നത് നമുക്ക് ചുറ്റും പലരും അനുഭവിക്കുന്ന പലതരത്തിലുള്ള വിഷമതകൾ, അതിൻ്റെ പരിഹാരം കാണാനുള്ള സാധ്യതകളും ശ്രമവുമാണ് ഈ പരിപാടിയിലൂടെ 24 നടത്തുന്നത്. അതിനിടയിൽ രാജലക്ഷ്മി TS ഞങ്ങളുടെ 2 സഹപ്രവർത്തകർക്ക് കിട്ടിയ പുരസ്കാരത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദിനും മിഥില ബാലനും കൺഗ്രാജുലേഷൻസ് എന്നാണ് രാജലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ താങ്കളുടെ താങ്കൾ പറഞ്ഞിരിക്കുന്ന ഈ ആശംസ ഞാൻ അവരെ അറിയിക്കുന്നു. പുതിയ വാർത്തകൾ നമുക്ക് പൊതുജനം കഴുതയല്ല സർ എന്ന പരിപാടിയിൽ നമുക്ക് പരിശോധിക്കാം. അതിനിടയിൽ ജോസ്വിൻ ജോസഫ് എന്ന് സ്ഥിരമായി നമുക്ക് സന്ദേശം അയക്കുന്ന മറ്റൊരു പ്രേക്ഷകൻ പറയുന്നു, കേരളത്തിൽ എന്തൊരു ചൂടാണ്, മഴ പെയ്യാൻ സാധ്യതയുണ്ടോ, കാലാവസ്ഥാ വാർത്തകൾ പറയൂ. ജോസ്വിൻ, കാലാവസ്ഥാ വാർത്തകൾ പറയാനുള്ളതല്ല യഥാർത്ഥത്തിൽ ഈ പരിപാടി. എങ്കിലും ജോസ്വിൻ ചോദിച്ചതുപോലെ തന്നെ കേരളത്തിൽ അത്യുഷ്ണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ വലിയ ചൂട് കേരളത്തിൽ അനുഭവപ്പെടാൻ പോകുന്നു എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം തന്നെ പാലക്കാട് 38ഒക്കെയാണ് ചൂട് രേഖപ്പെടുത്തിയത്. അപ്പോൾ വലിയ ചൂടിൻ്റെ അല്ലെങ്കിൽ കനത്ത ചൂടിൻ്റെ വേനലിൻ്റെ ദിവസങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പരിസ്ഥിതി പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഇനി അങ്ങോട്ട് നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട്. ജോസ്വിൻ, ഏതായാലും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളും റിപ്പോർട്ടുകളും വരുമ്പോൾ ഉറപ്പായും നമുക്ക് അറിയിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് മഴയ്ക്ക് സാധ്യതയുണ്ട്, പലയിടങ്ങളിലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. അതേസമയം അത് ആധികാരികമായി ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയുണ്ടോ എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ജോസ്വിൻ, ഒരുപക്ഷെ നമുക്ക് ഈ ഷോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഈ വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞേക്കും. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ പിന്തുണയ്ക്കാൻ AK ശശീന്ദ്രൻ പക്ഷം തീരുമാനിച്ചിരിക്കുന്നു. PC ചാക്കോ നിർദ്ദേശിക്കുന്ന പേരുകൾ അംഗീകരിക്കില്ല. തോമസിനെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ ആലോചിക്കും. ഇതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ന്യൂസ്, ഏറ്റവും പുതിയ പൊളിറ്റിക്കൽ വാർത്ത നമുക്ക് പറയാം. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അതായത് തോമസ് കെ തോമസ് അധ്യക്ഷ പദവിയിലേക്ക് വരുന്നു, പക്ഷേ അവിടെ PC ചാക്കോ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. PC ചാക്കോയുടെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും എന്നതൊക്കെ വളരെ ദുരൂഹമായി തന്നെ തുടരുകയാണല്ലോ. ശ്രീജിത്ത്, എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ PC ചാക്കോയുടെ തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ ദുരൂഹമായി തുടരുന്നതാണ് AK ശശീന്ദ്രൻ പക്ഷത്തെ ഇത്തരമൊരു സമാന്തര യോഗത്തിലേക്ക് നയിച്ചത്. ഇന്ന് തെക്കൻ ജില്ലകളിൽപ്പെട്ട 7 ജില്ലകളിലെ നേതാക്കളാണ് തിരുവനന്തപുരത്ത് യോഗം ചേർന്നത്. ആദ്യം മന്ത്രിയുടെ വസതിയിൽ യോഗം ചേരാനാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ യോഗം ഹൗസിംഗ് ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റി. അവിടെയാണ് യോഗം നടന്നത്. ഈ യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനുള്ളതാണ്. തോമസ് കെ തോമസിൻ്റെ പേര് PC ചാക്കോ വിഭാഗം അംഗീകരിച്ചില്ലെങ്കിൽ അതിനോട് യോജിക്കില്ല. തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കാത്ത ഒരു നീക്കത്തോടും യോജിക്കേണ്ടതില്ല എന്നാണ് ശശീന്ദ്രൻ പക്ഷത്തിൻ്റെ നിലപാട്. PM സുരേഷ് ബാബു ചാക്കോ പക്ഷത്തോട് അടുപ്പമുള്ള ആളാണ്. അദ്ദേഹം സ്വന്തം നിലയ്ക്ക് നേതാക്കന്മാരെയും മറ്റും വിളിച്ച് പിന്തുണ അഭ്യർത്ഥിക്കുന്നുണ്ട് എന്ന് ശശീന്ദ്രൻ പക്ഷം ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ചാക്കോയുടെ ഒരു ബദൽ നീക്കമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് തോമസ് കെ തോമസ് അല്ലാതെ മറ്റൊരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അംഗീകരിക്കില്ല, ചാക്കോ നിർദ്ദേശിക്കുന്ന പേരുകൾ അംഗീകരിക്കില്ല എന്നൊരു നിലപാടിലേക്ക് വന്നത്. ഇതോടൊപ്പം തന്നെ 3 ജില്ലാ പ്രസിഡന്റുമാരെ നേരത്തെ PC ചാക്കോ ഈ മന്ത്രിസ്ഥാന മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടയിൽ മാറ്റിയിരുന്നു. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് നടത്തരുത്, അവരെ ഒഴിവാക്കി നിർത്തി വേണം തെരഞ്ഞെടുപ്പ് നടത്താനെന്ന ആവശ്യം ഉന്നയിക്കും. അല്ലെങ്കിൽ പഴയ പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തണമെന്നാണ് ശശീന്ദ്രൻ പക്ഷത്തിന്റെ വാദം. എന്തായാലും വടക്കൻ ജില്ലകളിലെ യോഗം 24-ന് വീണ്ടും ചേരും. അതിനുശേഷം 25-ാം തീയതി ഈ സന്നാഹങ്ങളോടെ ആയിരിക്കും ശശീന്ദ്രൻ പക്ഷം NCPയുടെ നേതൃയോഗത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ തിരഞ്ഞെടുക്കാനായി പോകുന്നത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. NCPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് തോമസ് കെ തോമസ് വരുന്നു. തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള ആലോചനകളും ഒക്കെയാണ് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായത്. അന്ന് PC ചാക്കോ തോമസ് കെ തോമസിന് അനുകൂലമായ നിലപാടെടുക്കുകയും പക്ഷേ പിന്നീട് അത് 2 ചേരികളായി മാറുന്നു. തോമസ് കെ തോമസ് തന്നെ കളം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. PC ചാക്കോ ഫലത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ ഏതാണ്ട് ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും AK ശശീന്ദ്രൻ പക്ഷം
തോമസ് കെ തോമസിനെ പിന്തുണയ്ക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്. അതാണ് ആർ ശ്രീജിത്ത് നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ജോസ്ഫിൻ ജോസഫ് എന്ന പ്രേക്ഷകൻ നേരത്തെ ചോദിച്ചത് വലിയ ചൂടാണല്ലോ കേരളത്തിൽ, എന്തെങ്കിലും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകൂ എന്നതായിരുന്നു. 5 മണിക്ക് പുറപ്പെടുവിച്ച കാലാവസ്ഥാ റിപ്പോർട്ടാണ് ഞാൻ ജോസ്ഫിൻ പറയുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം ഈ ജില്ലകളിൽ, അതായത് കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ജോസ്ഫിൻ ശ്രദ്ധിക്കേണ്ടത് ഇത് 5 മണിക്ക് പുറപ്പെടുവിച്ചിട്ടുള്ള കാലാവസ്ഥ അറിയിപ്പാണ് എന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കേരളത്തിലേക്ക് 1.5 ലക്ഷം കോടി രൂപയിലേറെ നിക്ഷേപത്തിന് തയ്യാറായി വ്യവസായ ലോകം. കൊച്ചിയിലെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ 374 കമ്പനികൾ നിക്ഷേപത്തിന് തയ്യാറായി താൽപ്പര്യപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 24 IT കമ്പനികൾ നിക്ഷേപത്തിന് താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. 2 ദിവസമായി നടന്ന നിക്ഷേപക ഉച്ചകോടി ഇന്ന് കൊച്ചിയിൽ സമാപിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിനെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാൻ വേണ്ടി വാതായനങ്ങൾ തുറന്നിടുന്നു എന്നതാണ് ഈ നിക്ഷേപ സംഗമത്തിന്റെ വലിയ പ്രാധാന്യമായി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷമാകട്ടെ ഇതിന് പൂർണ്ണമായ പിന്തുണ നൽകും. കേരളത്തിൽ നാടിന് ഗുണം ചെയ്യുന്ന ഏത് നീക്കങ്ങൾക്കും നൽകും. പക്ഷേ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നു. ഏതാണ്ട് 3000-ലധികം വ്യവസായികൾ പങ്കെടുക്കുന്നു. പല 6 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. താൽപ്പര്യപത്രമാണ്, അതായത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ല, താൽപ്പര്യപത്രമാണ് അവർ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ നിക്ഷേപക സംഗമം മാറുകയാണെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. റിപ്പോർട്ട് കാണാം. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കണക്കാക്കി സംഘടിപ്പിച്ച ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ വമ്പൻ വാഗ്ദാനങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത്. വിവിധ മേഖലകളിലായി 1,52,905 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചുവെന്ന് മന്ത്രി പി രാജീവ്. 374 കമ്പനികൾ താൽപ്പര്യപത്രം ഒപ്പിട്ടു. 24 IT കമ്പനികൾ നിക്ഷേപത്തിന് താൽപ്പര്യം പ്രകടിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ പുതിയ ഐക്യ കേരളത്തിന് തുടക്കമായെന്ന് മന്ത്രി. വ്യവസായങ്ങൾക്ക് പറ്റുന്ന നാടാണ് എന്നതിൽ ഒരേ സമീപനത്തിലേക്ക് സംരംഭകരെത്തി. ഇപ്പോൾ രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ അല്ല പറയുക ഇത് സംരംഭകത്വത്തിന് അനുകൂലമാണോ എന്നുള്ളത്. അത് സംരംഭകരാണ് നേരിട്ട് പറയേണ്ടത്. അപ്പോൾ സംരംഭകർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി പറയുന്നു ഇത് ഏറ്റവും നല്ല സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. അതാണ് ഏറ്റവും നല്ല അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. 5000 കോടി 5 വർഷത്തിനുള്ളിൽ നിക്ഷേപിക്കാൻ ലുലു ഗ്രൂപ്പ് തീരുമാനിച്ചു. ഗ്ലോബൽ സിറ്റിയിലും IT പാർക്കുകളിലും നിക്ഷേപം നടത്തും. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. അദാനി, ആസ്റ്റർ ഗ്രൂപ്പുകൾ ഇതിനകം വമ്പൻ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ നിക്ഷേപം നടത്തും. ഇതിൽ വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപം. 5,000 കോടിയുടെ ഇ-കൊമേഴ്സ് ഹബ് പദ്ധതിയും തുടങ്ങും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,000 കോടിയുടെ വികസന വാഗ്ദാനമാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത്. തെലങ്കാനയിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 3,000 കോടിയുടെയും മൊണാർക്ക് ഗ്രൂപ്പ് 5,000 കോടിയുടെയും ഹൈലൈറ്റ് ഗ്രൂപ്പ് 10,000 കോടിയുടെയും RP ഗ്രൂപ്പ് 2,000 കോടിയുടെയും നിക്ഷേപമാണ് വാഗ്ദാനം ചെയ്തത്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ 850 കോടിയുടെയും പോളക്കുളം നാരായണൻ 500 കോടിയുടെയും നിക്ഷേപം പ്രഖ്യാപിച്ചു. 24 കൊച്ചി. പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, കഴിഞ്ഞ 22 വർഷത്തിനിടെ ഇത് 4ാമത്തെ ആഗോള നിക്ഷേപക സംഗമമാണ്. AK ആന്റണി സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം ജിം എന്ന ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നിരുന്നു. അതിനുശേഷം പിണറായി വിജയൻ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അസെന്റ് കേരള തുടങ്ങിയത്. പക്ഷേ അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, പലപ്പോഴും നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളുടെ സാധ്യതകൾ പറയുമ്പോഴും അതൊന്നും ആ അർത്ഥത്തിൽ യാഥാർത്ഥ്യമല്ല. കുറേയൊക്കെ വന്നു എന്നതല്ലാതെ പ്രതീക്ഷിച്ച പോലെ ഒരു മുന്നേറ്റം ആ ഇടത്ത് നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൽ നിന്നും വിഭിന്നമായ ഒരു ഫലമായിരിക്കും ഇപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഉണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഇൻവെസ്റ്റ് കേരളയിൽ. കാരണം 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപ സാധ്യതകൾ തുറന്നിട്ട് കിടക്കുന്നു എന്നതാണ് ഇന്നിപ്പോൾ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞിരിക്കുന്നത്. 374 കമ്പനികൾ അവരുടെ താൽപ്പര്യപത്രം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പാക്കി കിട്ടാൻ പറ്റുന്ന സംസ്ഥാനങ്ങൾ, അതല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലൊക്കെ കേരളത്തിന്റെ റാങ്കിംഗ് മെച്ചപ്പെട്ടു എന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ വ്യാവസായിക സൗഹൃദമായ ഒരു അന്തരീക്ഷം കേരളത്തിലൂടെ സൃഷ്ടിക്കാൻ കഴിയുന്നു എങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പോസിറ്റീവായ ഒരു ഔട്ട്കം, ഒരു റിസൾട്ട് ഇതിനകത്തുണ്ടാകും എന്നതാണ് സർക്കാരിൻ്റെയും പ്രതീക്ഷ. ഏതായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിലാണ് ഇതിൻ്റെ കണക്കുകളൊക്കെ എത്ര കിട്ടുന്നുണ്ട്, ഏതൊക്കെ വ്യവസായ സംരംഭങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്, കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാൻ പാകത്തിൽ കേരളത്തിന് അനുകൂലമായ അന്തരീക്ഷം രൂപപ്പെടുന്നുണ്ടോ എന്നതിലൊക്കെ നമുക്കൊരു വ്യക്തത വരണമെങ്കിൽ കണക്കുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരണം.
ഇവിടെ ജയ്മോൾ പൗലോസ് പറയുന്നു, എന്തിനാ 24 കള്ളം പറയുന്നേ, നിങ്ങൾ പൊതുജനങ്ങൾക്ക് വിളിക്കാൻ തന്ന ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്നാണ്. ജയ്മോൾ, താങ്കൾ ഏത് നമ്പറിലാണ് വിളിച്ച് ഈ പരാതി പറയുന്നത് എന്നെനിക്ക് വ്യക്തമാകുന്നില്ല. കാരണം ഞങ്ങൾ തന്ന നമ്പർ 04842830 510 0484283050 എന്ന നമ്പറാണ്. ആ നമ്പർ സ്വിച്ച് ഓഫ് അല്ല. ജയ്മോൾ, ഒരിക്കൽ കൂടി താങ്കൾക്ക് ശ്രമിക്കാം. താങ്കൾക്ക് പറയാനുള്ള പരാതിയും ആക്ഷേപവും എന്താണെന്ന് കേൾക്കാൻ ഞാനും പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. ഇനി മറ്റൊരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാം. അത് ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ അയക്കാനുള്ള നമ്പറാണ്. അത് 6235968937 6235968937 എന്ന നമ്പറാണ്. അതും സ്വിച്ച് ഓഫ് അല്ല, നിങ്ങൾക്ക് അതിൽ ദൃശ്യങ്ങൾ അയക്കാൻ കഴിയും. കേരളത്തിലേക്ക് കോടികൾ എത്താനുള്ള നിക്ഷേപക സംഗമത്തിന്റെ കാര്യമാണ്. അതിന്ന് അവസാനിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ. അത് പറയുമ്പോൾ കേരളം ഒരു വ്യവസായ സൗഹൃദം എന്നൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോഴും കയറ്റിറക്ക് തൊഴിലാളികളുടെ നിരന്തരമായ കൂലി വർധനവും ഭീഷണിയും കാരണം കടയടച്ചു പൂട്ടുന്നു എന്ന ബോർഡ് വെക്കേണ്ടി വന്നിട്ടുണ്ട് മലപ്പുറം വണ്ടൂരിലെ ഒരു വ്യവസായ ഉടമയ്ക്ക്. കഴിഞ്ഞ ദിവസം അത് വാർത്തയാവുകയും റിപ്പോർട്ടുകൾ പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. CITU കയറ്റിറക്ക് തൊഴിലാളികളുടെ സമ്മർദ്ദം കാരണം സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത് എന്നാണ് ഉടമ PT അസീസ് പറയുന്നത്. ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ നിർദ്ദേശത്തിന് പോലും ഇവിടെ പുല്ലുവിലയാണ് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ തടസ്സമായി നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ട്രേഡ് യൂണിയനിസമാണ്. അവരുടെ ഭീകരതയാണ് ഏറ്റവും വലിയ തടസ്സം വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും. ചെറുകിട വ്യവസായികൾ, സംരംഭകർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അത് പരിഹരിച്ചു എന്ന് സർക്കാർ പറയുമ്പോഴാണ് വണ്ടൂരിൽ ഇതുപോലെ ഒരു ദുരവസ്ഥ ഒരു വ്യവസായിക്ക് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം താഴിട്ട് പൂട്ടുക മാത്രമല്ല, അദ്ദേഹം അവിടെ ഒരു ബോർഡ് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഈ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന്. കോടിക്കണക്കിന് നിക്ഷേപങ്ങൾ വരാൻ വേണ്ടി വാതായനങ്ങൾ തുറന്നിട്ട് നമ്മുടെ നാട് കാത്തിരിക്കുമ്പോൾ വണ്ടൂരിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന കാര്യം സർക്കാർ ശ്രദ്ധിക്കണം. റിപ്പോർട്ടിലേക്ക്. സർക്കാർ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി സംരംഭകർക്കായി വാതിൽ തുറന്നിടുന്ന അതേ സമയത്താണ് വണ്ടൂരിൽ ഒരു സ്ഥാപനം അടച്ചുപൂട്ടേണ്ട ഗതികേടിലേക്ക് ഉടമ എത്തിയിരിക്കുന്നത്. കയറ്റിറക്കു തൊഴിലാളികളുടെ അമിതമായിട്ടുള്ള കൂലി വർധനവ് ഒപ്പം ഭീഷണി താങ്ങാനാവുന്നില്ലെന്ന് അദ്ദേഹം വേദനയോടെ പറയുന്നു. ചുമട്ടുതൊഴിലാളികളുടെ നിരന്തരമായ കൂലി വർധനവും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തലും കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പ്രവർത്തനം നിർത്തുന്നു. ഇതാണ് ഫ്ലെക്സ് ബോർഡിലെ വാചകങ്ങൾ. ടൈൽസ്, ഗ്രാനൈറ്റ്, തറയിൽ വിരിക്കുന്ന കരിങ്കല്ല് എന്നിവ വിൽക്കുന്ന ഹജർ സ്റ്റോൺ എന്ന കടയാണ് ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞ ദിവസം മുതൽ അടച്ചത്. ഇടതു വ്യാപാര സംഘടനയിൽ അംഗത്വമുള്ള സ്ഥാപനമാണിത്. അടച്ചുപൂട്ടുന്നതിനുള്ള കാരണം ഉടമ അസീസ് പറയുന്നത് ഇങ്ങനെ: ഇനി ഇത് പൂട്ടുകയല്ലാതെ ഞങ്ങൾ മറ്റൊരു മാർഗ്ഗമില്ല. കാരണം ഇനിയും കൂട്ടിയാൽ ഞങ്ങൾക്ക് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതൊക്കെ 2 രൂപ 1 രൂപയുടെ മാർജിനിൽ ഒരു കച്ചവടം മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് ഈ സ്റ്റോണിൻ്റെ കച്ചവടം. എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെയുള്ള എല്ലാ നമ്മുടെ പോലെയുള്ള കല്ലിൻ്റെ കച്ചവടം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. 2 രൂപ 1.50 പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഞങ്ങളുടെ ബിസിനസ്. ഇനി ഇവർ 420 വർദ്ധിപ്പിക്കുമ്പോൾ വീണ്ടും ഓരോ സ്ക്വയർ ഫീറ്റിനും 2 രൂപ 3 രൂപ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ആ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പൂട്ടാനുള്ള തീരുമാനമെടുത്തത്. 2.5 വർഷം മുൻപാണ് വണ്ടൂരിൽ സ്ഥാപനം ആരംഭിച്ചത്. സംസ്ഥാനത്ത് 13 ഷോപ്പുകളുണ്ട് അസീസിന്. മറ്റെവിടെയുമില്ലാത്ത ഉയർന്ന ഇറക്കുകൂലിയാണ് വണ്ടൂരിൽ നൽകുന്നതെന്നും ഉടമ. എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും കൂട്ടുന്ന സമയത്ത് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ നമ്മുടേത് 420 ആക്കി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇവിടുത്തെ തൊഴിലാളികൾ നിൽക്കുകയാണ്. ഒരാഴ്ചയായി ഞങ്ങളുടെ സ്ഥാപനത്തിൽ ലോഡ് ഇറക്കാനോ ലോഡ് കയറ്റാനോ ഇവിടുത്തെ തൊഴിലാളികൾ വരുന്നില്ല. വിഷയം ചർച്ച ചെയ്യും വരെ തടസ്സമുണ്ടാകരുത് എന്ന് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ആവശ്യപ്പെട്ട കത്താണിത്. എന്നാൽ പിന്നെയും കടയുടെ പ്രവർത്തനത്തെ ബാധിക്കും വിധം കയറ്റിറക്ക് തൊഴിലാളികൾ ഇടപെട്ടുവെന്നതാണ് പരാതി. ഇതോടെ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. എന്നാൽ കടയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നതാണ് കയറ്റിറക്ക് തൊഴിലാളികളുടെ വാദം. കടയിലേക്ക് വന്ന 4 ലോഡ് സാധനങ്ങൾ തിരിച്ചയച്ചുവെന്നാണ് ഉടമ പറയുന്നത്. അടച്ചുപൂട്ടുകയാണെങ്കിൽ നഷ്ടം 30 ലക്ഷത്തിലേറെ രൂപ. വ്യവസായ സൗഹൃദമെന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് ഇവിടെ ഒരു വ്യവസായിയുടെ തന്നെ കണ്ണീർ വീഴുന്നത്. തെറ്റുതിരുത്തി തന്നെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ജയ്മോൾ നേരത്തെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പരാതി പറയുമ്പോൾ ഷിനോജ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ഫോൺ വിളിച്ച് കിട്ടി. അദ്ദേഹത്തിന് പറയാനുള്ള എന്തോ ഒരു ആവലാതി പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം. ഷിനോജ് എന്ന പ്രേക്ഷകൻ. ഷിനോജ്, താങ്കൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഷിനോജ് കേൾക്കാൻ പറ്റുന്നുണ്ട് സാറേ. ഷിനോജ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് ഷിനോജ് പ്രശ്നം? ഞാൻ തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്ത്, വയനാട് ജില്ലയില്. വയനാട്ടിൽ നിന്ന് വിളിക്കുന്നത്. പറയൂ.
സാർ ഞങ്ങൾക്ക് ഇവിടെ ഒരു പാലമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എവിടെയാണിത്? വയനാട്ടിൽ എവിടെയാണ്? വയനാട് തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്ത്. ആ, അപ്പൊ നിങ്ങൾ പഞ്ചായത്ത് ഈ കാര്യം ആലോചിക്കുന്നില്ലേ, പരിഗണിക്കുന്നില്ലേ? ഇല്ല, ഒരു 70% ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണിത്. ആ, അപ്പൊ ജയലക്ഷ്മി ഇവിടെ മന്ത്രിയായിരുന്ന സമയത്ത് അപേക്ഷയെല്ലാം കൊടുത്ത് ഇതിന്റെ പാലത്തിന് വേണ്ടിയിട്ട് വന്ന് നോക്കുകയെല്ലാം ചെയ്ത് സ്കീമിൽപ്പെടുത്തി. പി കെ ജയലക്ഷ്മി മന്ത്രിയായിരുന്നപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 8 വർഷക്കാലമായി ഇതുവരെ അതിന്റെ ഒരു തീരുമാനമായിട്ടില്ല. മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം കയറി ഒറ്റപ്പെടുന്നു. ശരി, എത്ര ആദിവാസി കുടുംബങ്ങളുള്ള മേഖലയാണത്? അത് ഒരു ഏകദേശം ഒരു 100 ആദിവാസി കുടുംബങ്ങളുണ്ട്. 100 കുടുംബങ്ങളുണ്ട്. ശരി, ആരാണ് MLA നിങ്ങളുടെ ജനപ്രതിനിധി? ആരാ ഇപ്പത്തെ മന്ത്രിയാണ് OR കേളു. അപ്പോൾ നിങ്ങൾ ഈ കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയോ? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും റെപ്രസെന്റേഷൻ കൊടുത്തോ? കാരണം ഇത് നേരത്തെ തന്നെ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഒരു വിവരം തന്നോ? എന്തുകൊണ്ടാണ് നടക്കാത്തത്? അല്ല, എന്തെങ്കിലും ഒരു വിവരം തന്നിരുന്നു എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്നതിൽ വിവരം എന്തെങ്കിലും തന്നിരുന്നോ? ഇപ്രാവശ്യം ബജറ്റിൽ വരും എന്നൊക്കെ പറഞ്ഞു, ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഈ വർഷം പണി തുടങ്ങുമെന്ന് പറഞ്ഞു, അതും നടന്നിട്ടില്ല. ശരി ശരി ജിൻസ്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, താങ്കൾ ഈ കാര്യങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ അന്വേഷിക്കാം. എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് പാലം അവിടെ വരാൻ വൈകുന്നത് എന്ന കാര്യം ഞങ്ങൾ അന്വേഷിക്കാം. ഓക്കെ ജിൻസ്? ശരി, ഒരു കോളർ നമ്മളോട് കാര്യങ്ങൾ പറയുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. പലരും പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സന്ദേശങ്ങളിലൂടെ നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട റിപ്പോർട്ട് വണ്ടൂരിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. അവിടെ ഒരു കട അടയ്ക്കേണ്ടി വന്ന, ഒരു വ്യാപാര സ്ഥാപനം അടച്ചിടേണ്ടി വരുന്ന ആ ദുർഗതിയെക്കുറിച്ച് അതിൻ്റെ ഉടമ സംസാരിച്ചതാണ്. ചുമട്ട് തൊഴിലാളികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ് കേരളയിലൂടെയൊക്കെ കോടികളുടെ നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് കേരളത്തിൽ ഇപ്പോഴും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. പല ആളുകളും പല കാര്യങ്ങൾ അവരുടെ സന്ദേശങ്ങളായി അറിയിക്കുന്നുണ്ട്. വ്യവസായ സൗഹൃദത്തിന് പുറമെ തൊഴിലാളി സൗഹൃദം കൂടിയാകണം എന്ന് ജിയോ ചീരൻ പറയുന്നു. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറപ്പുവരുത്തണം. നിശ്ചയമായും അങ്ങനെ തന്നെയാണ് വേണ്ടത്, അതിലൊരു സംശയവുമില്ല. റീന സതീശൻ പറയുന്നു, കേരളത്തിലെ യുവത്വങ്ങൾക്ക് തൊഴിലില്ലായ്മയ്ക്ക് ഉച്ചകോടി ഒരു പരിഹാരമാകുമെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. റീന, കേരളം അതിവേഗം ഒരു വൃദ്ധ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുക, ഒരു ജിറിയാട്രിക് സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് കണക്കുകൾ നോക്കുമ്പോൾ. കാരണം ചെറുപ്പക്കാരിൽ പല ആളുകളും തൊഴിൽ തേടി, നല്ല അവസരങ്ങൾ തേടി, നല്ല ജീവിതം തേടി പ്രതീക്ഷിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രവണത, ഒരു ട്രെൻഡ് തന്നെ കേരളത്തിലുണ്ട്. പണ്ടത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് പോയിട്ട് കേരളത്തിന് അത് ഗുണം ചെയ്യുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് കുടുംബസമേതം അവർ അങ്ങോട്ടേക്ക് മറുകരയിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട്. അത് തടയണമെങ്കിൽ റീന പറഞ്ഞതുപോലെ തന്നെ നല്ല മികച്ച വിദ്യാഭ്യാസം, മികച്ച തൊഴിൽ അന്തരീക്ഷം, മികച്ച ജീവിത നിലവാരം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. അതിലേക്ക് നമുക്ക് എല്ലാവർക്കും യോജിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഒരു വൃദ്ധ സംസ്ഥാനമായി അതിവേഗം നമ്മുടെ നാട് മാറും എന്നത് വലിയ ഒരു വെല്ലുവിളിയായി നമ്മുടെ മുന്നിലുണ്ട്. വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ തുടരുകയാണ് പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടി. അത് മുന്നോട്ട് പോകുമ്പോൾ ജിനീഷ് ജോൺ മാമ്പള്ളി ഐമനം എഴുതുന്നു, എൻ്റെ 24 ചാനൽ മുതലാളികളെ, നല്ലത് നാട്ടിൽ എന്ത് നടന്നാലും കുത്തിത്തിരിപ്പ് കൊണ്ടുവരും. ഇവിടെ ഒന്നും നന്നാകരുത്, ആരും നന്നാകരുത് എന്നാണ് 24-ൻ്റെ ആഗ്രഹം. കഷ്ടം തന്നെ എന്നാണ് ജിനീഷ് ജോൺ. താങ്കളുടെ ഈ കുറിപ്പ് അതിലും കഷ്ടമാണ്. ജിനീഷ് ഒരു ചെറിയ വ്യവസായം തുറന്നു നോക്കുക. അവിടെ ഇങ്ങനെ നാട്ടുകാർ വന്ന് കൊടികുത്തി കഞ്ഞുകൂടി മുട്ടിക്കുമ്പോൾ ജിനീഷിന് അഭിപ്രായം മാറും. സർക്കാരിൻ്റെ മേന്മ പറയാനല്ല, ഭരണകൂടങ്ങളുടെ മേന്മ പറയാനല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവതരിപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം. അതാണ് ജിനീഷ്, ക്ഷമിക്കണം, ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. താങ്കൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിലും മാധ്യമങ്ങൾ നിൽക്കേണ്ടത് താങ്കളുടെ പ്രശ്നങ്ങൾക്കൊപ്പമാണ്. ഇപ്പോൾ ആശാ വർക്കർമാർ അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുകയാണ്, അവർക്കൊപ്പമാണ്, ആ വികാരത്തിനൊപ്പമാണല്ലോ നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ എവിടെയാണെങ്കിലും ഈ സർക്കാരിൻ്റെ താല്പര്യങ്ങളല്ല, പൊതുജനങ്ങളുടെ താല്പര്യമാണ് പരിഗണിക്കപ്പെടേണ്ടത്. പിന്നെ ഉറപ്പായി മാധ്യമങ്ങൾക്ക് ഇടപെടുന്നതിലുള്ള പരിമിതികൾ, ഞങ്ങളുടെ വിമർശനങ്ങൾക്ക് അതീതരല്ല, ആ കാര്യങ്ങളൊക്കെ ശരിയാണ്. നിങ്ങൾ കൂടി നന്നായാൽ കാര്യങ്ങൾ ശരിയാകുമെന്ന്, നിങ്ങൾ മുടക്കാതിരുന്നാൽ മതി എന്ന് സഹറ ഹാജിസാൽ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ പൊതുജനങ്ങളുടെ സർട്ടിഫിക്കറ്റാണ് മാധ്യമങ്ങൾക്ക് വേണ്ടത്, സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല എന്ന് പറയട്ടെ. പിന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുപോലെ എല്ലാ വർഷവും നിക്ഷേപ സംഗമം എന്ന പേരിൽ കോടിക്കണക്കിന് രൂപ പൊടിച്ചതല്ലാതെ എത്ര കോടിയുടെ നിക്ഷേപം ഇവിടെ വന്നു, എത്ര പേർക്ക് ഇവിടെ തൊഴിൽ ലഭിച്ചു? നജീബ് ഖാദർ ചോദിക്കുന്നു. നജീബ്, അങ്ങനെയൊക്കെ പറയുമ്പോഴും കേരളത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നത് നമ്മൾ സൂക്ഷ്മമായ പഠനങ്ങൾക്ക് വിധേയമാക്കണം. കാരണം പല സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടും കേരളത്തിന് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പേരിൽ നടക്കുന്ന തർക്കങ്ങളൊക്കെ താങ്കൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ശശി തരൂർ MP കേരളത്തിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യത്തിൽ കേരളം മികച്ച നിലയിൽ ഒരു മുന്നേറ്റം നടത്തിയതും, അതുപോലെ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ കേരളം നടത്തിയിട്ടുള്ള
ഒരു മുന്നേറ്റമൊക്കെ പ്രശംസിച്ച കാര്യവും താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതെല്ലാം ഓരോരോ ഇൻഡെക്സുകൾ വെച്ചിട്ടാണ് ആ കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നത്. അതുകൊണ്ട് സൂക്ഷ്മതലത്തിൽ ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമാണ് നമുക്ക് ഒരു തീർപ്പിലെത്താൻ കഴിയുക. അതല്ലാതെ മുൻവിധിയോടുകൂടി നമ്മൾ സർക്കാരിനെയോ സംവിധാനങ്ങളെയോ അങ്ങനെ സംശയിക്കേണ്ടതില്ല. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും സമരത്തിന് പിന്തുണയേറുന്നു എന്നത് നമ്മൾ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുതിർന്ന CPI നേതാവ് C ദിവാകരനും രംഗത്ത് വന്നിട്ടുണ്ട്. സമരപ്പന്തലിലെത്തി സർക്കാരിനെ പരിഹസിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ. 2 മാസത്തെ ഓണറേറിയം അനുവദിച്ചിട്ടും 1 മാസത്തെ ശമ്പളം മാത്രമേ ലഭിച്ചുള്ളൂ എന്ന ആരോപണമാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. ന്യായമല്ലേ ആ കാര്യങ്ങൾ? കൊടും ചൂടത്ത് ഇവരിങ്ങനെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ദിവസം 13ആയി. പക്ഷേ സർക്കാരിന് അനക്കമില്ല. സമരക്കാർ ഡൽഹിയിൽ പോയി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ പക്ഷം. കടുത്ത വെയിലത്ത് പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചാണ് സമരം. സമരമുഖത്തുള്ളത് കോവിഡ് കാലത്തുൾപ്പെടെ മുൻനിരയിൽ പോരാടിയ സ്ത്രീകളും. ഓരോ ദിവസം കഴിയുന്തോറും സമരത്തിന് പിന്തുണ കൂടി വരികയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീണ്ടും സമരപ്പന്തലിലെത്തി. മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത്. കാരണം ഇവരാവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം. ഇതൊക്കെ ന്യായമല്ലേ? 232 രൂപ ഒരു ദിവസം കൊടുത്താൽ ആർക്കാ ജീവിക്കാൻ കഴിയുന്നത്? ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ജീവിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം ഞങ്ങളുണ്ടാവും. സമരം ദേശീയ തലത്തിലെത്തിയെന്നും ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നും C ദിവാകരൻ. ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരം ഇന്ന് ദേശീയ നിലവാരത്തിലേക്ക് അത് പോയിരിക്കുകയാണ്. വളരെ വേഗം അതിലിടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സമരക്കാർക്ക് പിന്തുണയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും സമരപ്പന്തലിൽ. ഞങ്ങളുടെ അമ്മമാരാണ്, ഞങ്ങളുടെ സഹോദരിമാരാണ്. ഇവരിങ്ങനെ മൃഗങ്ങൾ കാഷ്ടിക്കുന്നതിന്റെ ബാക്കി കഴിക്കേണ്ടുന്ന ആളുകളല്ല, ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ആളുകളാണ്. ഞങ്ങൾ തെരുവിലേക്ക് വരികയാണ് എന്ന് ഈ സർക്കാർ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. ഇതിനകത്ത് ഈ സാധു മനുഷ്യന്മാർക്ക് ഇവർക്ക് അടിസ്ഥാന ശമ്പളം കിട്ടണമെന്ന് പറയുന്ന ആവശ്യം മാത്രമാണ്. ആശാ വർക്കർമാർക്ക് 3 മാസത്തെ കുടിശ്ശികയിൽ നിന്ന് 2 മാസത്തെ കുടിശ്ശികയുടെ പണം സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ 1 മാസത്തെ ഓണറേറിയം മാത്രമാണ് എത്തിയതെന്ന് സമരക്കാർ. ഞങ്ങൾക്ക് വന്നത് 7,000 രൂപയാണ് ഞങ്ങൾക്ക് വന്നത്. എന്നിട്ട് 13,200 എന്ന് ആണ് പുറമെ അറിയപ്പെടുന്നത്. ഇതാ അടക്കുന്നു ഞങ്ങൾക്ക് വന്ന 7,000 രൂപ ഇതാ അടക്കുന്നു. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ആശാവർക്കർമാർ പറയുന്നു. അതേസമയം ഡൽഹിയിൽ പോയി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ പക്ഷം. അപ്പോഴും മുഖ്യമന്ത്രി മൗനത്തിലാണ്. സമരം ചെയ്ത് ശീലമുള്ളവരല്ല ഇവരെ ഇങ്ങനെ സമരത്തിനിരുത്തുന്നത് ശരിയുമല്ല. എന്തായാലും 2ാം പിണറായി സർക്കാരിന്റെ സ്ത്രീ സൗഹാർദ്ദ മാതൃക ലോകം കാണുന്നുണ്ട്. ഓർത്താൽ നല്ലത്. AV ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കലിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾ കൂട്ടുക എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന 10-12 ദിവസമായിട്ട് തുടരുന്ന ഈ സമരം ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും അത് രാഷ്ട്രീയത്തിന് അതീതമായി പരിഹരിക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ടതാണെന്നും എന്ന് ബോധ്യപ്പെടുത്തുന്ന 2 പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. രമേശ് ചെന്നിത്തല അത് പറയുമ്പോൾ വേണമെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ന് പറയാം. പക്ഷേ C ദിവാകരൻ, CPIയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ അത് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയിൽ ഈ പ്രശ്നം ഈ സമരം ദേശീയ ശ്രദ്ധയിലേക്ക് വന്നതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സർക്കാർ ഇടപെടണമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി മൗനത്തിലാണ്. പക്ഷേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഈ സമരം അത് ന്യായത്തിന് വേണ്ടിയുള്ള മുറവിളിയായി മാറുമ്പോൾ സർക്കാരിന് അധികകാലം അത് കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, രമ്യമായി പരിഹരിക്കാനുള്ള സാധ്യതകൾ സർക്കാരിന് അന്വേഷിക്കാവുന്നതാണ്. ആശാവർക്കർമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മമാരും സഹോദരിമാരുമായി നിൽക്കുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അതിൽ ഇടപെടാനുള്ള സമയമായിരിക്കുന്നു എന്ന് 13 ദിവസത്തെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ അവരുടെ ഈ പ്രതിഷേധം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ പൊതുജനം കഴുതയിലെ സർ എന്ന ഈ പരിപാടി മറ്റു ചില റിപ്പോർട്ടുകളുമായി തുടരും. ചില ആളുകൾ വീണ്ടും മാധ്യമങ്ങളെ
വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടുള്ള ചില കുറിപ്പുകൾ ഞാൻ കാണുന്നുണ്ട്. മുഴുവനും വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. മാധ്യമങ്ങൾ മാറണം, മാധ്യമങ്ങൾ നന്നായാൽ കാര്യങ്ങൾ ശരിയാകുമെന്ന് പറയുന്നു. മാധ്യമങ്ങളെ ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ട് എന്ന് മാത്രമാണ് അതിലുള്ള എന്റെ മറുപടി. പൊതുജനം കഴുതയല്ല സർ എന്ന പരിപാടി തുടരുകയാണ്. പുലി ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് കാസർഗോഡൻ ജനത. പെരിയ കല്യോട്ട് മേഖലയിൽ കഴിഞ്ഞ ദിവസവും പുലി ഇറങ്ങി. പുലിശല്യം രൂക്ഷമായതോടെ വനം വകുപ്പ് എന്ത് ചെയ്യണമെന്ന അറിയാത്ത അവസ്ഥയിലാണുള്ളത്. ജനങ്ങളാണെങ്കിൽ ഭീതിയിലും. റിപ്പോർട്ട് കാണാം. പെരിയ കല്യോട്ട് തട്ടമ്മൽ ഭാഗങ്ങളിലാണ് ഇന്ന് രാവിലെ പുലി ഇറങ്ങിയത്. ഇന്ന് പുലർച്ചെ ഈ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ സജി മാത്യു ആണ് പുലി പാതി തിന്ന നിലയിലുള്ള നായയുടെ അവശിഷ്ടം കണ്ടത്. മൂളിയാർ റിസർവ്ഡ് വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിൽ ഇതിനോടകം പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. വനമേഖലയിൽ 5-ലധികം പുലികളുണ്ടെന്നാണ് വനം വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഇരിയണ്ണി, ബോവിക്കാനം, മൂളിയാർ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകളിലാണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഇതുവരെ പുലി എത്താത്ത പെരിയ കല്യോട്ട് തട്ടമ്മൽ ഭാഗത്താണ് ഇന്ന് രാവിലെ പുലിയുടെ സാന്നിധ്യം കണ്ടത്. പുലർച്ചെ റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങിയവർക്ക് ഇനിയും ഭീതി മാറിയിട്ടില്ല. ഒരു മരം ചെത്തിട്ട് അടുത്ത മരത്തിൻ്റെ ചോട്ടിലേക്ക് പോകുമ്പോൾ ഒരു നായയുടെ ബോഡി കിടക്കുന്നു. ഒരു കാല് തിന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അടുത്ത് താമസിക്കുന്നവരെ ഇവിടുത്തെ കരയൊക്കെ വിളിച്ചിട്ട് അവർ 3-4 പേര് വന്ന് അവർ വരുമ്പോഴത്തേക്കും ഞാൻ ആ പട്ടിയുടെ ബോഡി എടുത്തിട്ട് ചെത്ത് നിർത്തിയിട്ട് ബോഡി എടുത്ത് റോഡ് സൈഡിൽ കൊണ്ടുവന്നു. അവിടെ ഇട്ടിട്ട് അന്നേരത്തേക്ക് ഇവർ വന്നിട്ട് ഞാൻ ആ വീട്ടിൽ പോയി. അവിടുന്ന് ആരുടെ നായാന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഇത് വന്ന് നായയെ നോക്കാൻ വന്നപ്പോൾ ആ നായ ഇവിടെ ഇല്ല. വീണ്ടും അതെടുത്തിട്ട് പോയി. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലെ വളർത്തു നായ്ക്കളെയും തെരുവ് നായ്ക്കളെയും പുലി പിടിച്ചു. സ്ത്രീകളും കുട്ടികളും പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പേടി സ്വപ്നമായിട്ട് ഇപ്പോൾ രാവിലെ പകലും ഇറങ്ങാൻ പുറത്തിറങ്ങാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടു. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് ഇവാളെന്ന് പറഞ്ഞ അയാളുടെ പട്ടിയുടെ ഇപ്പോൾ അതിനെ കഴിച്ചു പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് രാവിലെ ഒരു 4 മണിക്ക് 3 മണിക്കാണ് ടാപ്പിംഗ് ആകുന്നത്. അപ്പോൾ ഇതിപ്പം ഇറങ്ങുന്നത് കൊണ്ട് നമുക്കത് ഒന്നും ചെയ്യാത്തൊരവസ്ഥയാണ്. ഫോറസ്റ്റുകാർ വന്നിട്ട് അവർ പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ നമുക്ക് ഈ പേടി വിട്ടു മാറുന്നില്ല. പുലിശല്യം രൂക്ഷമായതോടെ വനം വകുപ്പ് പരിശോധന നടത്തുന്നുണ്ടെങ്കിലും ശാശ്വത നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വന്യജീവി ശല്യം ചെറുക്കാൻ പടക്കമല്ലാതെ മറ്റൊന്നും കയ്യിലില്ലെന്നും ജീവനക്കാരുടെ ക്ഷാമം ജോലിയെ ബാധിക്കുന്നുണ്ടെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് വനം വകുപ്പിനും ഉത്തരമില്ല. ഒരു മനുഷ്യജീവനെങ്കിലും അപായം സംഭവിച്ചാലേ പരിഹാരമുണ്ടാകൂ എന്ന നിലയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. മണാലിയിലേക്ക് വിനോദയാത്ര പോയി വൈറലായ നബീസുമ്മയെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. നബീസുമ്മ അങ്ങനെ പോയതിനെ വലിയ രീതിയിൽ വിമർശിച്ച ഇബ്രാഹിം സഖാഫി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്നായിരുന്നു ഇബ്രാഹിം സഖാഫി പറഞ്ഞത്. ആ പ്രതികരണത്തിൽ ഇബ്രാഹിം സഖാഫിയെ ന്യായീകരിച്ചിരിക്കുന്നു ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും. സ്ത്രീകൾ യാത്ര പോകുമ്പോൾ പുരുഷന്മാർ കൂടെ ഉണ്ടാകുന്നതാണ് പതിവ്. ഭർത്താവോ സഹോദരനോ മകനോ കൂടെ ഉണ്ടാകുന്നതാണ് ഉചിതമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുകയാണ്. യാത്ര പോവാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ മഹ്റം വേണമെന്ന് ഇപ്പോൾ ഹജ്ജിൻ്റെ നിയമത്തിൽ വരെ ഉണ്ടല്ലോ. അന്യ സ്ഥലത്തേക്ക് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വിശ്വസ്തത കൈവരിക്കാനുള്ള പുരുഷന്മാർ കൂടി വേണം. അത് ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ, പിതാവ് തുടങ്ങിയ ആളുകൾ വേണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ സ്ത്രീ യാത്ര പോകേണ്ടതുള്ളൂ. വ്യക്തികളുടെ നിലനിൽപ്പ് പോലെ തന്നെ സ്വാതന്ത്ര്യവും ഒക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. അവിടെ ഇതുപോലെയുള്ള തീരുമാനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ എങ്ങനെയാണ് ഈ സമൂഹത്തെ സ്വാധീനിക്കാൻ പോകുന്നത്, ഇതിൽ പക്ഷം പിടിക്കാൻ പോകുന്നത് ആരൊക്കെയാണ് എന്നൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം. ഒരുപക്ഷെ ഇത് വിവാദമായി മാറുകയാണെങ്കിൽ. ഏതായാലും പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ ഈ എഡിഷൻ, ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്.